ഒന്നും കഴിച്ചില്ലല്ലോ, കഴിക്ക്. ആ മോൻ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ആ ഉണ്ട്, പുറത്തു പോകാനുള്ള തിരക്കിലാന്ന് തോന്നുന്നു. ഓ ഞാനൊന്ന് നോക്കട്ടെ. വാ മോളിങ്ങോട്ടിരിക്കെ. അശോക, ശ്യാമിന്റെ അമ്മ വന്നിരിക്കുന്നു, ഒന്ന് വന്ന് കണ്ടിട്ട് പോടാ. ആ എനിക്കൊന്നും വയ്യ, നിങ്ങൾ അമ്മയും മോളും കൂടി അങ്ങ് സൽക്കരിച്ചാ മതി. വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറില്ലേടാ. വാ. ഓ അത് ശരി. ടീച്ചറെ, ഇതാണ് മോൻ അശോകൻ. ഇവനെന്താ പണി? കൂലിപ്പണിയാണ്, എന്ത് പണിയും ചെയ്യും. കൂലിപ്പണിന്ന് വെച്ചാ ആശാരിപ്പണി, കൈക്കോട്ട് കളയ്ക്കൽ, പെയിന്റിംഗ്, അങ്ങനെ പലതും ഉണ്ടല്ലോ. അതില് നീ എന്താ ചെയ്യണേ? എങ്കി ഒക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു. കൂലിക്ക് തല്ലാനും വെട്ടാനും നടക്കുന്ന പണിയാന്നാ ഞാൻ അറിഞ്ഞ്. നീ എത്ര വരെ പഠിച്ചു? പഠിക്കേണ്ട കാലത്ത് തെക്കും വടക്കും തെണ്ടി നടന്നിട്ടുണ്ടാവും. ഞാൻ ടീച്ചർ ആയതുകൊണ്ട് ശ്യാമിനെ പഠിപ്പിച്ചൊരു നല്ല നിലയിലാക്കാൻ പറ്റി. ഇനിയെങ്കിലും തെമ്മാടിത്തരൊക്കെ നിർത്തി മര്യാദയ്ക്ക് വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്കു വച്ചേ. എന്താടാ എപ്പോ ഏത് ചാനലില്? കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ചുണ്ടായ മനോഹർ വധക്കേസിലെ 7 പ്രതികളെ പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തു. മനോഹർ മർഡർ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രതികൾ കോഴിക്കോട് സിറ്റിയിൽ പുതുതായി രൂപം കൊണ്ട കൊട്ടേഷൻ ടീമിലെ അംഗങ്ങളാണെന്നാണ് പ്രാഥമിക നിഗമനം. പ്രധാന വാർത്തകൾ. ഇച്ചിരി മുമ്പ് സ്കൂൾ കുട്ടികളോട് പറയണ പോലെ ടീച്ചറിനെ ഉപദേശിക്കണുണ്ടായിരുന്നല്ലോ. കണ്ടില്ലേ മോന്റെ യഥാർത്ഥ ജോലി? ആദ്യം അവനെ നേരെയാക്കാൻ നോക്ക്. ഞാനായിരുന്നല്ലോ തള്ള ലോകത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. ഇപ്പൊ എന്തായി? ഭർത്താവകാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചെന്റെ തനിനിറം കണ്ടില്ലേടി? അനുഭവിച്ചോ? കറക്റ്റ് ടൈമിനായിരുന്നു നിന്റെ ഫോൺ. ഞാൻ ആ ചോറിഞ്ഞ തള്ളയുടെ നാക്കിന്റെ മുമ്പിൽ കിടന്ന് ഞെളിവിരി ഉള്ളായിരുന്നു. ചില സമയത്ത് ഈ ദൈവവും ചെകുത്താനും ഒക്കെ ശരിക്കുള്ളാണെന്ന് തോന്നിപ്പോ. ജയിലിൽ നിന്ന് ഇറങ്ങിയാലും മൂർത്തിയുടെ ആൾക്കാർ അവരെ വെറുതെ വിടില്ല. പിന്നെ മണവാളിനകത്തായ സ്ഥിതിക്ക് ഗൗരിയുടെ കാര്യത്തിൽ നിനക്കൊരു തീരുമാനം എടുക്കാലോ. നീ ഒന്ന് ക്ഷമിക്കടാ, ഞാൻ നിനക്ക് തന്നിട്ടുള്ള വാക്കിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്റെ പെങ്ങളാണേലും പെണ്ണല്ലേ ജാതി. അവൻ അവളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഇച്ചിരി സമയം കൂടി കൊടുക്കണം, അത്രേ ഉള്ളൂ. പോ. ഇത് വളരെ ചീപ്പായി പോയി മാഡം. പരാതി പറയാൻ വന്ന് ഞങ്ങളെ പിടിച്ച് പ്രതികളാക്കി മീഡിയയുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത ചീപ്പ് പോലീസ് ഹീറോയിസം ആണ്. അന്ന് എന്റെ അടുത്ത് വന്നപ്പോ എന്താ പറഞ്ഞത്? വെറും ഒരു മർഡർ വിറ്റ്നസ് അല്ലേ? ഇപ്പൊ തല്ല് കിട്ടിയപ്പോ അയാളെ കാറിൽ കയറ്റി കൊടുത്തു എന്ന് വരെയായി. എന്താടാ ഒന്നും മിണ്ടാത്തത്? അങ്ങനെ ഒരു അബദ്ധം പറ്റി, പക്ഷെ അത് മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. അന്ന് നിങ്ങൾ അയാളെ ഷോപ്പിംഗ് മാളിലും സ്റ്റാർ ഹോട്ടലിലും ഫോളോ ചെയ്തിരുന്നു. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്ലാൻ മർഡർ. നോ മാഡം, അത് മാത്രം ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾക്കിനി ഒന്നും മറച്ചു വയ്ക്കാനില്ല. അന്ന് മനോഹറിനെ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റിയത് ഞങ്ങൾ തന്നെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ശരി, വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റി കൊടുത്തതിന് എത്ര കാശ് കിട്ടി? കാശ് കിട്ടിയിട്ടില്ല മാഡം. പിന്നെ 2 ലക്ഷമാണ് ഓഫർ ചെയ്തിരുന്നത്. ആര്? ഒരു ബ്രോക്കർ ഹബീബ്. എന്നിട്ട് അയാൾ എവിടെ? അയാളെ കാണാനില്ല. ആരോ പറഞ്ഞപ്പോ ഏതോ ഒരാളെ വേറെ ഏതോ ആളുടെ വണ്ടിയിലേക്ക് കയറ്റി കൊടുത്തു. ഇത് തന്നെയാടാ കൊട്ടേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗുണ്ടായിസം. എന്നിട്ട് വാനിൽ വെച്ചാണോ റോഡിൽ വെച്ചാണോ മനോഹറിനെ കൊന്നത്? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല മാഡം. ശരി, വാനിൽ വെച്ചാണോ റോഡിൽ വെച്ചാണോ മനോഹർ കൊല്ലപ്പെട്ടത്? വാനിൽ വെച്ച് തന്നെയാണ് മാഡം. ഏത് വാൻ? ആരുടെ വാൻ? അതൊരു പഴയ മോഡൽ മാരുതി ഒമ്നി ഹൈറൂഫ് വാൻ ആയിരുന്നു മാഡം. KL11D8454 റെഡ് കളർ. ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കും മാഡം. പരാതി പറയാൻ വന്നപ്പോ പറയാത്തതൊക്കെ അടി കിട്ടിയപ്പോ പറഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ മാഡം, ഞങ്ങൾ തന്നെയാ മനോഹറിനെ കൊന്നേന്ന്. അതുവരെ ഇവിടെ കിടക്ക് മാഡം, പ്ലീസ്. മാരുതിയുടെ അത്ര സക്സസ് അല്ലാത്തൊരു മോഡലായിരുന്നു ഹൈറൂഫ് ഓമ്നി. അതുകൊണ്ട് അത് വളരെ കുറച്ചുണ്ടാവും. ആൻഡ് ഇറ്റ്സ് റെഡ് ഇൻ കളർ. അതൊരു നല്ല ക്ലൂ. യെസ് മാഡം.
Kumaran sir, യെസ് മാം. I want that vehicle today. Search every nook and corner of the city and the outskirts. Yes, madam. Please proceed. ജോർജ്, എന്താ മാഡം? ജോർജ് ഇവിടെ ഇരിക്കും. യെസ് മാം. ജോർജിന്റെ ഫോൺ ലേറ്റസ്റ്റ് മോഡലാണല്ലോ. ആൻഡ് ഇറ്റ് സീംസ് വെരി കോസ്റ്റ്ലി. മേ ബി മോർ ദാൻ യുവർ 1 month സാലറി, റൈറ്റ്? അളിയനടുത്തും കുവൈറ്റിലുണ്ട്, അവന്റെ ഗിഫ്റ്റാ. നമ്മുടെ മലയാളികളുടെ ഒരു ഭാഗ്യം, ആരെങ്കിലും ഗൾഫിലോ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ കാണും. ഗുഡ്, വെരി ഗുഡ്. സോറി മാഡം, വി കുഡ്ന്റ് മേക്ക് ഇറ്റ്. CI ജോർജിനെ നമ്മുടെ ടീമിൽ വേണ്ട. കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടിയിട്ട് വേണം ശരിക്കും അയാളൊന്ന് പൂട്ടാൻ. ജോർജിനെ പോലെ ബേപ്പൂർ ശ്രീധരന്റെ ശമ്പളക്കാരായി പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് മാഡം. ശ്രീധരനെ അറസ്റ്റ് ചെയ്യാതെ ഈ സിറ്റിയിലെ ഗുണ്ടായിസ് അവസാനിക്കില്ല. അയാളാണെങ്കിൽ റിയൽ എസ്റ്റേറ്റും പൊളിറ്റിക്സുമായി വേറൊരു ഇമേജ് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുക. സോ ഒഫീഷ്യലി ബേപ്പൂർ ശ്രീധരൻ ദ ഗാങ്സ്റ്റർ ഡസന്റ് എക്സിസ്റ്റ്. ഈ സിറ്റിയിൽ നടക്കുന്ന 80% ക്രൈമും അയാളുടെ ക്രെഡിറ്റിലാണെങ്കിലും കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു കേസിൽ പോലും അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്ന എനിക്ക് ഇവിടെ തന്നെ തുടരണമെന്ന് ഒരു നിർബന്ധമില്ല കുമാരൻ സർ. മാഡം, അങ്ങനെയാണെങ്കിൽ അയാളുടെ പുതിയ ക്യാമ്പിനെ പറ്റി എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പിടിക്കാൻ പറ്റിയാൽ സോളിഡ് എവിഡൻസ് ഉള്ള ഒരുപാട് കേസുകൾ അയാൾക്കെതിരെ ചാർജ് ചെയ്യാനുണ്ട്. So then why don't you make a move? മാഡം, ഇത്രയും കാലം എത്രയോ ആണുങ്ങൾ എന്റെ മേലുദ്യോഗസ്ഥന്മാരായിരുന്നിട്ടും ആരും ഇങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. എനിക്കിനി റിട്ടയർ ചെയ്യാൻ 6 മാസം കൂടെ ഉള്ളൂ. ഈ തൊപ്പി ഉരുവിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ സന്തോഷമുള്ളൂ മാഡം. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ കുമാരൻ സാറിന് മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. താങ്ക് യു മാഡം. സാറിനും ശരിക്കും കോൺഫിഡൻസ് ഉള്ള ഒരു ചെറിയ ടീമിനെ കൂടെ കൂട്ടിക്കോ. ആൻഡ് ഞാനും കൂടെ നിങ്ങളുടെ കൂടെ. അയ്യോ മാഡം, ഇതൊന്നും മാഡം നേരിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഐ റെസ്പെക്ട് യുവർ സ്പിരിറ്റ് കുമാരൻ സർ. എന്നും ഇങ്ങനെ രാഷ്ട്രീയക്കാരെ സല്യൂട്ട് ചെയ്തും സബോർഡിനേറ്റ്സിനെ ചാടിച്ചും നടന്നാൽ മാത്രം മതിയോ? ഞാനും ഒരു പോലീസാണെന്ന് വല്ലപ്പോഴെങ്കിലും തോന്നണ്ടേ? സോ ഐ എം ഓൾസോ ജോയിനിങ് യു. അത് വേണ്ട മാഡം. നോ നോ, യു പ്ലാൻ ഇറ്റ് ആൻഡ് ഐ എം ഇൻ. യെസ് മാം. മാഡം, ഇതാണ് ശ്രീധരന്റെ ഒളിത്താവളം. Good. Okay. Come on, move. ശ്രീധരേട്ടാ, എഴുന്നേക്ക്. ശ്രീധരേട്ടാ, പോലീസ്. അയ്യോ, പോലീസാ? ശ്രീധരേട്ടാ, എടാ രമേശ്, എഴുന്നേക്ക്. പോലീസ്. ശ്രീധരേട്ടാ, പോലീസ്. നമ്മള് പിടിക്കടാ. അറസ്റ്റ് ചെയ്യാൻ ആരും നല്ല ഷൂട്ടി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓ, വാടാ. ശ്രീധരേട്ടാ, വാ. Stop there! I'll shoot you! Don't move! ശ്രീധരേട്ടാ, രക്ഷപ്പെട്ടോ? മാഡം,
കുമാരൻ സാർ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കേ